ഹായ് ഫ്രണ്ട്സ്, മഴയൊക്കെ ഉണ്ടോ? ഞാനിന്നേ മോന് ധനക്കുട്ടന് ലഞ്ചിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഒരു ചമ്മന്തി റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. എല്ലാവർക്കും അറിയാം ചമ്മന്തിയുടെ റെസിപ്പി, പക്ഷേ ഇതൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇച്ചിരി മെനക്കെടണമെന്നേ ഉള്ളൂ. അതായത് നമ്മുടെ പണ്ട് ഉള്ള അമ്മമ്മമാരൊക്കെ ഇല്ലേ, നമുക്ക് പനിയൊക്കെ വരുമ്പോഴും ഒക്കെ ഇങ്ങനെ കഞ്ഞിക്കൊക്കെ റെഡിയാക്കി തരുന്നതാണ്. അന്നിങ്ങനെ അമ്മിക്കല്ല്, പിന്നെ അടുപ്പിലൊക്കെ ഇതെല്ലാം ചുട്ട് അരച്ചുണ്ടാക്കുന്ന ചമ്മന്തിയാണ്. ഇതിപ്പം അമ്മിക്കല്ലൊന്നുമില്ല, അടുപ്പുമില്ല. അപ്പോൾ പിന്നെ ചീനിച്ചട്ടിയിൽ ഇതെല്ലാം കൂടി വറുത്ത് പിന്നെ മിക്സിയിൽ അരച്ചെടുക്കുന്ന ഒരു ചുട്ടരച്ച ചമ്മന്തിയല്ല, ഒരു വറുത്തരച്ച ചമ്മന്തിയുടെ റെസിപ്പിയാണ്. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നിങ്ങളുടെ ഇൻലാസോ ഹസ്ബൻഡോ ഒക്കെ മസിൽ പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിക്കൊള്ളും. ഓക്കെ, അങ്ങനെ അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറിവേപ്പില, ചെറിയ ഉള്ളി, മുഴുവൻ മുളക്, തേങ്ങ, ഉപ്പ്, പുളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇതെല്ലാം നമ്മൾ വറക്കണം. വറുത്തിട്ട് മിക്സിയിൽ അരച്ച് കഴിഞ്ഞാൽ നല്ല രുചികരമായിട്ടുള്ള ചമ്മന്തി സെറ്റാവും. അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചമ്മന്തി പൊടിയൊക്കെ സെറ്റ് ചെയ്യൂലേ, പുറത്ത് പോകുന്നവർക്കൊക്കെ കൊടുത്തു വിടാനും വീട്ടിലിങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാനും ഒക്കെ തേങ്ങയൊക്കെ വറുത്ത് പൊടിച്ചുണ്ടാക്കുന്ന ആ ചമ്മന്തിപ്പൊടിയുടെയൊക്കെ ഒരു ടേസ്റ്റ് വരും ഇങ്ങനെ ചെയ്യുമ്പോൾ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ അല്ല, നമ്മൾ പിന്നെ ഈർക്കിലോ അല്ലെങ്കിൽ ഈ പപ്പട കമ്പിയൊക്കെ ഉണ്ടല്ലോ, അതിലിങ്ങനെ കോർത്തിട്ട് തീയിലെ കനലിലിങ്ങനെ ചുട്ടെടുക്കും. മുളകെല്ലാം ചുട്ടെടുക്കും, ഉള്ളി ചുട്ടെടുക്കും, ഇഞ്ചി ചുട്ടെടുക്കും, തേങ്ങ ഇങ്ങനെ പീസ് കാണും, അതിങ്ങനെ ചുട്ടെടുക്കും. എന്നിട്ട് അരച്ചെടുക്കുകയാണ് സാധാരണ. അതിന് ഭയങ്കര ടേസ്റ്റാണ്. നല്ല നിറവുമായിരിക്കും. അത്രയും ഇത് ടേസ്റ്റ് വരില്ല, എന്നാലും നല്ല ടേസ്റ്റാണ്. വയറിനുമൊക്കെ നല്ലതാണ്. ഗ്യാസ് അസിഡിറ്റി ഒന്നും വരില്ല. മോന് പിന്നെ തൈര് വെച്ചിട്ടൊരു പുളിശ്ശേരി, മുട്ട ഓംലെറ്റുമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതാണ് പറഞ്ഞത്, അത് മതി എന്ന് പറഞ്ഞു. അവർ പറയുന്നത് ചെയ്ത് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ കഴിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ വേസ്റ്റാകും, കഴിക്കില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ചമ്മന്തി പറഞ്ഞില്ല, ഞാനിതിങ്ങനെ വിചാരിച്ചു ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. പനിയും ശ്വാസം മുട്ടലും ഒക്കെ ഉണ്ട്. പനിയായിട്ടില്ല, ശ്വാസം മുട്ടലാണ്. അപ്പം അച്ചാറും ഒന്നും കൊടുക്കാൻ പറ്റില്ല, പക്ഷേ എരിവ് എന്തെങ്കിലും കൊടുക്കുകയും വേണം. അപ്പം അങ്ങനെ ഉദ്ദേശിച്ചിട്ട് ചെയ്തതാണ്. കഴിച്ചോ എന്നൊക്കെ ഇന്ന് വന്നു കഴിഞ്ഞിട്ട് ലഞ്ച് ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ വേറെ എന്തൊക്കെയാണ്, പിന്നെ നിങ്ങളിതുപോലെയൊക്കെ വീട്ടിൽ ട്രൈ ചെയ്യാറുണ്ടോ? സത്യമായ നല്ല കഞ്ഞിക്കൊക്കെ ഭയങ്കര സൈഡായിട്ട് പോവും. ഒരുപാട് കറിയൊക്കെ ഉള്ളപ്പോൾ നമുക്കിതിൻ്റെ ആവശ്യമില്ല. പക്ഷെ വേറെ കറിയൊന്നും ഇല്ലാത്തപ്പോൾ ഇങ്ങനെ ഒന്ന് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കും. ഉണ്ടാക്കാറുണ്ട് ചിലരൊക്കെ, പഴയ ആൾക്കാരെല്ലാം ഉണ്ടാക്കാറുണ്ട്. റെഗുലറായിരിക്കില്ലെന്നേ ഉള്ളൂ. സാധാ ചമ്മന്തി നമുക്ക് എളുപ്പമാണ്, നാളികേരം തിരികിയാൽ മതി. ഇത് വറക്കുന്ന ഒരു ടൈം എടുക്കും, തീയലിനൊക്കെ വറക്കും പോലെ. പക്ഷെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ വാഴയിലൊക്കെ വാട്ടി പൊതിച്ചോറൊക്കെ ചെയ്യുന്നവർക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. കല്ലുപ്പുള്ളൊരു കല്ലുപ്പ് ഉപയോഗിക്കാം. തേങ്ങ, മുളക് ഇതൊന്നും കരിഞ്ഞു പോകാതെ നോക്കണം, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ അതുപോലെ ചമ്മന്തിപ്പൊടി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഇതുപോലെ തന്നെയാണ്. ഇതിലെനിക്കൊന്ന് മല്ലിപ്പൊടി, കായപ്പൊടി, അങ്ങനെ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂടെ പൊടിച്ച് ചേർക്കും. അപ്പോൾ അതും ടേസ്റ്റാണ്. ഇതാണ് മോൻ്റെ ഇന്നത്തെ ലഞ്ച്.